പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വലിയ നോമ്പിലെ 17-ാം ദിവസമാണ്. മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് പ്രസംഗിക്കാനായി വന്നപ്പോൾ, ലോകത്തിലേക്ക് ദൈവരാജ്യം അറിയിച്ചപ്പോൾ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായ പലതുമാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് ഈശോ പറഞ്ഞു. ഈശോയിൽ നിന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്നത്തെ സുവിശേഷം അത്തരത്തിൽ ഈശോയുടെ ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ്. ഈശോ പറയുന്നു, ലോകത്തിലെല്ലാം സമ്പാദിക്കാനും നേടാനും അവനവനായി സൂക്ഷിച്ചു വയ്ക്കാനുമാണ് താല്പര്യം, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് ലോകം പറയുന്നു. എന്നാൽ ഈശോ നമ്മളോട് പറഞ്ഞു, തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കാൻ തയ്യാറാവണം. അതിന് ദൈവത്തിൻ്റെ പക്കൽ വിലയുണ്ട്. നന്മ തിരിച്ചു പ്രതീക്ഷിക്കാതെ നന്മ മറ്റുള്ളവർക്ക് ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ കണ്ണിൽ വിലയുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് ദൈവത്തിൻ്റെ കണ്ണിൽ വിലയുണ്ട്. നിരുപാധികം അവരോട് ക്ഷമിക്കുന്നതിന്, അവരെ വെറുക്കാതിരിക്കുന്നതിന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാധാന്യമുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ തിരിച്ച് അവരെ കുറ്റം പറയാതെ അവരെ സ്നേഹിക്കുന്നതിൽ, അവരെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട്. ഇങ്ങനെ ലോകം ശരിയെന്ന് ചിന്തിച്ചിരുന്ന പലതിനും വിപരീതമാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞ ആ കാര്യങ്ങൾ ഈശോ വെറുതെ പറയുക മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി അതാണ് ശരിയെന്ന് ലോകത്തെ കാണിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള ഒരു അടിസ്ഥാന ചിന്ത, എനിക്കെന്ത് കിട്ടും, എനിക്ക് എന്ത് ഉണ്ട്, എന്താണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നേടിയെടുക്കാവുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. എന്നെക്കുറിച്ച്, എനിക്ക് കിട്ടാവുന്ന മെച്ചങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ഈശോ പറയുന്നു, എങ്ങനെ കിട്ടും എന്ന് ചിന്തിക്കാതെ എങ്ങനെ മറ്റുള്ളവർക്ക് നമുക്കുള്ളത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം. കാരണം ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ നന്മ, അനുഗ്രഹം ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഭൗതിക നന്മകളായിട്ട് കിട്ടുന്നതും അവ പുണ്യമായി സ്വർഗത്തിലേക്ക് ശേഖരിക്കപ്പെടുന്നതും. ദൈവം ഭൂമിയിലേക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ആർക്ക് ഈ ഭൗതിക നന്മകൾ കൊടുത്താൽ അവർ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും? ആരുടെ കയ്യിൽ കൊടുത്താലാണ് അത് എല്ലാവർക്കുമായി അവർ പങ്കുവയ്ക്കുന്നത്? അങ്ങനെയുള്ള ആളുകളെ ദൈവം കാണുകയും അവരെ ആ ഭൗമികമായ സമൃദ്ധിയും സ്വത്തും സമ്പത്തും ഒക്കെ ഏൽപ്പിക്കുകയും ചെയ്യും. അത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കും. കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഭൗതിക നന്മകൾ കൊടുത്താൽ അതാർക്കും കൊടുക്കാതെ കിണറ്റിലെ വെള്ളം പോലെ ഒരിടത്ത് തന്നെ കെട്ടിക്കിടക്കുന്നതായി ദൈവം കാണും. അവർക്ക് ദൈവം കൊടുക്കാൻ മടിക്കും. എന്നാൽ ചിലർ പുഴ പോലെയാണ്, അവരൊഴുകിക്കൊണ്ടിരിക്കും. ആ പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ജലത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അവിടെ ചെടികൾ വളരും, മരങ്ങൾ സമൃദ്ധിയായിട്ടുണ്ടാകും. അതുപോലെ മണ്ണിനെ നനയ്ക്കും, കൃഷി സമൃദ്ധമാകും. കിണറിലെ വെള്ളം ഒരിടത്ത് മാത്രം കെട്ടിക്കിടക്കുന്നതാണ്, കുറച്ചു പേർക്ക് മാത്രം ഉപകാരപ്പെടുന്നു. നമ്മൾ കിണറാവണമെന്നല്ല, പുഴയാവണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഭൗതികമായിട്ടും അല്ലാതെയും വേണമോ? അതിനൊരു വഴിയേ ഉള്ളൂ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, കൊടുക്കാനുള്ള മനസ്സുണ്ട് എന്ന് കാണുമ്പോൾ അവരിലേക്ക് അത് എത്തിക്കുന്നതിനായി ദൈവം നമുക്ക് വീണ്ടും വീണ്ടും സമൃദ്ധിയായി അനുഗ്രഹം തന്നുകൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും ധാരാളമായ അനുഗ്രഹങ്ങൾ കിട്ടാനായി പ്രാർത്ഥിക്കാം. കാരണം അപ്പോഴാണ് നമുക്കത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്ന, അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന, കരുതലുള്ള, എന്നിലേക്ക് മാത്രം ചിന്തിക്കാത്ത നല്ല ഒരു ആത്മീയ വളർച്ചയുടെ കാലമായി നോമ്പുകാലം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.